നമസ്തേ. ഏവർക്കും റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോയുടെ യോഗ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന യോഗ ട്രെയിനിങ് സെഷനിലേക്ക് സ്വാഗതം. നമസ്തേ എവ്രിവൺ. വി ആർ ഹോളി വെൽക്കം. റിയലി സോറി. Okay. Namaste everyone. I am welcoming you all to the yoga training session as a part of International Yoga Day in association with Regional Outreach Bureau, Kerala Lakshadweep region. ഇന്നലെ നമ്മൾ താടാസന പഠിച്ചു അല്ലേ? താടാസന എങ്ങനെയാ ചെയ്യുന്നതെന്നുള്ള പഠിച്ചു. എല്ലാവരും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. So I hope all of you have practiced Tadasana, which we practiced yesterday, and I know you will be continuing doing it. So let's see that today we'll do some sitting asanas. ഇന്ന് നമ്മൾ കുറച്ച് ഇരുന്ന് കൊണ്ടുള്ള ആസനങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. സോ ഇരുന്ന് കൊണ്ടുള്ള ആസനങ്ങൾ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ചെറിയ ഒരു സൂക്ഷ്മ ലഘുവായിട്ടുള്ള ഒരു ശ്വസനക്രിയയും പ്രേരണനും ശേഷം ലഘുവായിട്ടുള്ള സൂക്ഷ്മ ശ്വസനക്രിയയ്ക്കും പ്രേരണ ശേഷം നമുക്ക് ആസനയിലേക്ക് കടക്കാം. So let's start the session with a slight loosening exercise and a breathing exercise and a prayer. So all of you sit in a very comfortable posture. Eyes closed and head in a comfortable posture. Make sure your shoulders are relaxed. കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. തോളുകൾ അയച്ചിടണം. Gently take your awareness towards your nostril. നിങ്ങളുടെ മൂക്കിന്റെ അറ്റത്തേക്ക് ശ്രദ്ധ കൊണ്ടുവരിക. വളരെ സാവധാനത്തിൽ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും സാവധാനത്തിൽ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യണം. Gently inhale through your nostril and very gently exhale through your nostril. Observe your breath. ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിക്കുക. Feel the movement of your body along with your breath. ശ്വാസത്തിനനുസരിച്ച് ശരീരത്തിൽ വരുന്ന വ്യത്യാസം ശ്രദ്ധിക്കുക. Gently inhale. On exhalation chant Akara, Ukara, Magara 3 times, one by one. ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുന്നതിനനുസരിച്ച് അകാര, ഉകാര, മകാര ഓരോന്നും 3 പ്രാവശ്യം ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ഇൻഹേൽ. Once more. Once more. Inhale. On exhalation chant Ukara. ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുന്നതിനനുസരിച്ച് ഉകാരം ചൊല്ലുക. Inhale. Inhale. On exhalation chant Magara. ശ്വാസം എടുത്ത് പുറത്തേക്ക് വിടുന്നതിനനുസരിച്ച് മകാര ചൊല്ലുക.
Gently open your eyes. കണ്ണുകൾ തുറക്കുക. ഇന്ന് 3 സ്വരങ്ങളും കൂടെ ചേർത്തുകൊണ്ട് നമുക്ക് ഓംകാരം ചൊല്ലാം. അതിനായിട്ട് വളരെ സാവധാനത്തിൽ കൈകൾ മുകളിലേക്ക് വെക്കുക, കൈപ്പത്തി തിരിച്ചു വെക്കുക. Now we are going to combine all the 3 sounds and going to start chant Omkara. For that, place your hands, your palms like this over your lap. Gently inhale. ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് ഉയർത്തുക. Start. Repeat. Inhale. Repeat. Inhale. Let's start the session with the prayer. Prayer odu kudi namukku classugal ആരംഭിക്കാം. സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. Gently hold your hands at the back. പതുക്കെ കൈകൾ പുറകിൽ കെട്ടുക. Inhale. Exhale. Bend forward. Touch your forehead to the ground. Inhale. Come up. ശ്വാസം എടുത്തുകൊണ്ട് നിവർന്ന് വരിക. കൈകൾ രണ്ട് നന്നായിട്ട് തിരുമുക. Go for palming and place your hands over your eyes. കണ്ണിലേക്ക് വെക്കുക. 3 പ്രാവശ്യം. Do it for 3 times. Rub your hands. കൈകൾ തിരുമുക. കണ്ണിൽ വെക്കുക. One more time. Gently blink your eyes. കണ്ണുകൾ ഇമവെട്ടി and bring your hands to നമസ്കാര മുദ്ര. കൈകൾ നമസ്കാര മുദ്രയിൽ കൊണ്ടുവന്ന് കണ്ണുകൾ തുറക്കുക. നമസ്തേ. Thank you so much for being with me in this lovely evening in your homes, in your whole comfortable time, your comfortable place. As my Guruji, Dr. Ananda Balayogi Bhavanani, he used to say that we meet when the time becomes right, at the right time, right place, at the right moment. നമ്മൾ ഒരു കാര്യത്തിലേക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ സമയം കറക്റ്റ് ആകണം, റൈറ്റ് ആയിരിക്കണം, കറക്റ്റ് റൈറ്റ് പേഴ്സൺസ് ആയിരിക്കണം. ഇപ്പം നമ്മൾ എത്ര പേരുണ്ടോ നമ്മളെല്ലാവരും ഇതിന് വരണം എന്നുള്ള നിശ്ചയം നേരത്തെ ഉണ്ടായിരുന്നതാണ്. റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം ആൻഡ് റൈറ്റ് മൊമെന്റ്. റൈറ്റ് പ്ലേസ് ഏതാ? നമ്മളുടെ റീജിയണൽ ഔട്ട്റീച്ച് ബ്യൂറോയുടെ ഫേസ്ബുക്ക് പേജ് അല്ലേ? റൈറ്റ് മൊമെന്റ്. ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഒത്തിരി പ്രയാസങ്ങളോടുകൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് അല്ലേ? ഗോയിങ് ത്രൂ ഔട്ട് മെനി ഡിസ്കംഫർട്ട് സിറ്റുവേഷൻ, എസ്പെഷ്യലി ഡ്യൂറിങ് ദിസ് പാൻഡമിക് കണ്ടീഷൻ. ബട്ട് വി നീഡ് ടു ഫൈൻഡ് എ ഗുഡ്, always have a പ്രതിപക്ഷ ഭാവന, ഓപ്പോസിറ്റ് പോസിറ്റീവ് തിങ്കിങ് ഓഫ് ദ കറന്റ് സിറ്റുവേഷൻ. നമ്മൾ വളരെ പ്രയാസപ്പെട്ട ഒരു സ്ഥലത്തൂടെ പോവുകയാണെങ്കിൽ കൂടിയും അവിടെ ഒരു നല്ലൊരു കാര്യം കാണും. അതിനാണ് നമ്മൾ പ്രതിപക്ഷ ഭാവന എന്ന് പറയുന്നത്. അതിനൊരു പോസിറ്റീവ് തിങ്കിങ് ആയിട്ട് എടുക്കാം അല്ലേ? ഇന്നൊരു സിറ്റുവേഷൻ ഉള്ളായത് കൊണ്ടാണ് നമുക്ക് ഏവർക്കും ഇങ്ങനൊരു സ്ഥലത്ത് വെച്ച് ഇങ്ങനൊരു മീഡിയയിൽ കൂടി നമുക്ക് കണ്ടുമുട്ടാനും ഈ യോഗ അഭ്യാസം നടത്താനും പ്രാക്ടീസ് ചെയ്യാനുമുള്ള അവസരം നമുക്ക് കിട്ടിയത് അല്ലേ? Okay, let's start this session. We started with a breathing exercise which we were doing for the past few days. നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് ഒരു ബ്രീത്തിങ് എക്സസൈസ് ആണ്, ശ്വസന ക്രിയയാണ്. കുറച്ച് നാളുകളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് ഇടയ്ക്ക് ഞാൻ സംസാരിക്കത്തില്ല, ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. സോ സംസാരിക്കുന്നില്ല. വി ആർ ജസ്റ്റ് ഡൂയിങ് ഇറ്റ് ഇൻ എ വെരി ഫ്ലോ. ഒരു ഫ്ലോയിൽ കണ്ടിന്യൂസ് ആയിട്ട് 3 പ്രാവശ്യം ചെയ്യുന്നു. Hand stretch breathing. Sit erect. We are going to do the hand stretch breathing. Interlock your fingers, place it over your chest, look forward and inhale, stretch your arms forward. Exhale, release. Inhale, stretch your arms diagonal. Exhale, release. Very good. Inhale, stretch your arms above your head. Make sure you are leaving enough space.
Exhale, release. Inhale, stretch your arms forward. Feel the stretching over your upper back region. Exhale, release. Inhale, diagonal. Feel the stretching over your middle back region. Exhale, release. Inhale, above your head, along the sides. Exhale, release. Very good. One more round. Inhale. Exhale. Inhale. Exhale. Inhale. Exhale. Release and relax your body. Okay, we can feel the stretching throughout the body, upper part region. നമ്മുടെ മേൽ ശരീരത്തിന് അതായത് ചെസ്റ്റ്, അബ്ഡമൻ, മുതുകു ഭാഗത്തുള്ള സ്ട്രെച്ചിങ് ഫീൽ ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് lumbar stretch breathing. Next we are going to do lumbar stretch breathing. For that, place your hands aside your hip. അതിനു വേണ്ടി കൈകൾ രണ്ടും കാലിന്റെ രണ്ട് വശത്ത് വെക്കുക. മുട്ടിനും ഹിപ്പിനും നടുക്കായിട്ട് in between your knees and your hip region. Now gently raise your right arm up, stretch it upward as if someone is pulling you. ആരെങ്കിലും ഒരാൾ വലിക്കുന്ന പോലെ ഒന്ന് പുൾ ചെയ്ത് പിടിക്കുക. And from the hip, just bend your left elbow and bend towards the side. Look straight forward, not towards the camera. Look forward. Inhale, up. Exhale, gently release. Very good. Go for the other side. Inhale, pull your hands up, bend from the hip, bend your elbows, look forward. Feel the stretching along the sides, right from your hip. Inhale, come up, exhale, release. Go for the other side. Inhale, stretch it up, bend it, exhale. Inhale, up, exhale, release. Go for the other side. Inhale, stretch your arms up. Bend it, bend your elbows, exhale. Inhale, up, exhale and release. Now just bend forward. I am going to sit like this so everyone can see. Place one foot above your leg. ഒരു കാലെടുത്ത് മറ്റേ കാലിന്റെ പുറത്ത് വെക്കുക. ഇപ്പൊ നിങ്ങൾ റിലാക്സ് ചെയ്തിരിക്കുകയാണ്. Now you are in a relaxed posture. So just listen what I am saying. Okay. Next we are going to do a forward bending. അതിനെ ഒരു കാലെടുത്ത് ഫ്രണ്ടിലോട്ട് മുകളിലോട്ട് വെക്കണം. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നത് ഫ്രണ്ടിലോട്ട് കുനിയാൻ പോവാണ്. അതിനൊരു കാലെടുത്ത് മറ്റേ കാലിന്റെ പുറത്ത് വെക്കുക. Sit straight. Look forward. Inhale, raise your arms up. ശ്വാസം എടുത്തുകൊണ്ട് കൈ മേലോട്ട് ഉയർത്തുക. Exhale, bend from your lower back region and place your arms on the ground and bend your elbows and touch your forehead. നെറ്റി തറയിൽ തൊടാൻ പറ്റിയെങ്കിൽ മാത്രം തൊട്ടാൽ മതി. ഇപ്പൊ ഏത് കാലാണോ മുകളിൽ ഇരിക്കുന്നത് ആ കാല് നല്ല വലിയും. So you can feel the stretching over your thighs. So the leg above, which you have placed above, will feel the stretching. Just be in this posture for 5 more seconds. 1, 2, 3, 4, 5. Lift your head up, raise your arms up and gently release. So this makes one round. ഇത് ഒരു റൗണ്ട് ആണ്. ഇത് ആക്ച്വലി എന്തിനു ഉപയോഗിക്കാം? For this radiating pain, sciatic pain, lower back pain as well as severe discomfort over the legs. Okay, because of less blood supply or any muscular dysfunction or weak muscles, you feel a discomfort over your leg. For that you can do it. Sciatica pain, radiating pain, you can do it and lower back region. ഇതെന്തിനെല്ലാം ചെയ്യാം? കാലിലുണ്ടാകുന്ന തരിപ്പ്, മരവിപ്പ്, ലോവർ ബാക്ക് പെയിൻ, അതുപോലെ സയാട്ടിക്, അത് റേഡിയേറ്റ് ചെയ്ത് വരുന്ന വേദന, ഇവയ്ക്കെല്ലാം ഇത് വളരെ നല്ലതാണ്. വിൽ ഡു ഇറ്റ് ഫോർ 20 seconds. Okay. Inhale, hands up. Exhale, down. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19,
20. Inhale, raise your head first, then your hands come up. Slowly release your hands. ആദ്യം എപ്പോഴും തല ഉയർത്തുക, എന്നിട്ട് കൈ ഉയർത്താവൂ. ഓക്കെ, കൈ റിലീസ് ചെയ്തിട്ട് കാല് മാറ്റി വെക്കുക. Now we are going to change your leg. Just place the other leg above the previous one. നിവർന്നിരിക്കുക. Now gently inhale, raise your hands up. ശ്വാസം എടുത്തുകൊണ്ട് കൈ ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് പതുക്കെ bend ചെയ്യുക. Exhale, bend forward. Now touch your elbows and your head. ആദ്യ elbows, പിന്നത്തെ നെറ്റി. 20 seconds. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. Inhale, raise your head. Inhale, raise your arms. ശ്വാസം എടുത്ത് തല, കൈയ്യ്, and release your hands. Okay, വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രാക്ടീസ് ആണ്, but very effective. It's a very simple practice, but it's very effective. Okay, especially for your leg region. Okay, now just keep your legs straight. കാലുകൾ നീട്ടി വെച്ചിരിക്കുക. Now tap your legs. Okay, why we are tapping? Because we were just holding the legs till now. ഇത്രയും നേരം കാല് മടക്കി വെച്ചിരിക്കുകയല്ലേ. So പതുക്കെ കാലിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കണം. And pat your legs. So to release the numbness. So why we are patting and tapping the legs? To release the numbness. കാലിന്റെ മരവിപ്പ് കിരീരാന്നിരിക്കുമല്ലോ. So അതിനെ ഒന്ന് റിലാക്സ് ചെയ്ത് വിടും. And move your leg region. Okay, now we are going to do the sitting series of asanas. So yesterday I told you, while you are doing the standing series, you will start with the Tadasana. ഇന്നലെ ഞാൻ പറഞ്ഞു, നിന്നുകൊണ്ടുള്ള ആസനയിലെ തുടക്കം ഏതാണ്? താടാസനം. അപ്പൊ ഇരിക്കുന്ന ആസനയ്ക്കും തുടക്കത്തിൽ ഒരു ആസനം ചെയ്യണം. നിങ്ങൾ ഏത് സീരീസ് ചെയ്തിരുന്നാലും ഇരുന്നു കൊണ്ട് എന്തെങ്കിലും നമ്മൾ ചെയ്യാൻ പോവാണെങ്കിൽ you have to do this first Dandasana. Okay, so whatever may be the asana you are going to practice in your sitting, you do the Dandasana first, then you have to go for the other part. So നമ്മൾ എല്ലാവരും എങ്ങനെയാണ് ഇരിക്കുന്നത്? We are sitting like this. Okay, usually we sit like this. Not our upper back, our mid back will be like this. Or you just observe others. നിങ്ങൾ വേറൊരാളെ ശ്രദ്ധിച്ചു നോക്കിക്കേ, അറിയാൻ പറ്റും എങ്ങനെയാണ് മുതുകു ഭാഗം ഇങ്ങനെ വളഞ്ഞിരിക്കും, ബട്ടക്സിന്റെ അവിടെ ആയിരിക്കും നമ്മൾ ഇരിക്കുന്നത് അല്ലേ. ആൻഡ് ലെഗ് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഫ്രണ്ട് ബെൻഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സി, ഈവൻ ഐ കാൻ ബെൻഡ് ഫോർവേഡ്. If you are sitting like this, you can't bend forward. So we need to correct it. So what is the first correction? Starting from the toes. ഇങ്ങനെ ഇരുന്നുകൊണ്ട് നമുക്ക് എത്തത്തില്ല, എനിക്ക് പോലും എത്തത്തില്ല, ആർക്കും പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്തെങ്കിലും കറക്ഷൻ വരും. താടാസന പറഞ്ഞ പോലെ കറക്ഷൻ. ആദ്യം പാദത്തിൽ നിന്ന് തുടങ്ങണം. കാലെങ്ങനെ ഇരിക്കണം? നമ്മൾ തറയിൽ കാൽ എങ്ങനെ പാദം വയ്ക്കുമോ അതുപോലെ സ്ട്രെയിറ്റ് ആയിരിക്കണം. How should be your foot? As if you are standing on the floor, your foot should be straight. So your foot should be like this, 90 degree. So you correct it. Okay, you correct your foot. If your foot are like this, make yourself correct it. And always remember to leave a gap between two foot, because we all have this tummy. ഇല്ലേ, നമുക്ക് എല്ലാവർക്കും വയറുണ്ട്. ചെറിയ തോതിലെങ്കിലും വയറുണ്ട്, വയറില്ലാത്തവർ വളരെ കുറവാണ്. സോ വയറുണ്ടെങ്കിൽ, ചെറിയ തോതിലെങ്കിലും നമുക്ക് വയറുണ്ടെങ്കിൽ ഇടയ്ക്കൊരു ഗ്യാപ്പ് ഇടുക. ബിക്കോസ് കാല് ചേർത്ത് വെക്കുമ്പോൾ മുട്ടുകൾ ചേർന്നിരിക്കും. മുട്ട് ചേരുമ്പോൾ ഈ പെൽവിസ് ഇങ്ങനെ ഒതുങ്ങിപ്പോവും. നമ്മൾ ഒരു എല്ലു മനുഷ്യനെ, സ്കെൽറ്റനെ ആലോചിച്ചാൽ മതി. You have to remember a skeleton, how the skeleton is. He is not keeping the legs straight, isn't it? Because when you keep the foot together, the knees are tucking so that you have a hourglass shaped structure. So your bones are adjusted here. So naturally there should be a gap between two foot. Okay, natural ആയിട്ടും ശരിക്കും സ്വാഭാവികമായിട്ട് രണ്ട് കാലിന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വേണം. ഒന്ന് വയർ, രണ്ടാമത്തെ എന്താണ്? നമ്മളുടെ എല്ല് കറക്റ്റ് ആകാൻ വേണ്ടി. One is for your tummy, second is for your pelvis. So your pelvis in the straight line. Your ankle joint, your knees, your hip are in the straight line. Ankle joint, കാലിന്റെ മുട്ട്, ഹിപ്പ് ഒരൊറ്റ ലൈനിൽ വരണം. Okay, second one. You are sitting on your fat, because we call this as gluteal fat or buttocks. In a common layman term, we call this as buttocks. ഇല്ലേ, ഇത് നമ്മൾ ബട്ടക്സ് എന്ന് പറയും, ഇതിനാണ് ഗ്ലൂട്ടിയൽ മസിൽ എന്ന് പറയും.
അപ്പൊ നമ്മൾ എല്ലാരും ഈ മസിലിന്റെ പുറത്തായിരിക്കുന്നത്. സോ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ലിഫ്റ്റ് ചെയ്ത് വിടുക. So you just lift this, hold this fat, separate it and you sit. So when you separate it, you can see that you are sitting on the bone. Okay, now I am sitting on my muscle. ഇപ്പൊ ഞാൻ എന്റെ മസിലിന്റെ പുറത്തായിരിക്കുന്നു. ഞാൻ എന്റെ മസിലിനെ പിടിച്ച് ലിഫ്റ്റ് ചെയ്ത് ഞാൻ ബോണിൽ വെച്ചു. സോ എനിക്ക് അറിയാൻ പറ്റും എന്റെ ബോൺ ടച്ച് ആയത്. സോ രണ്ട് സൈഡും അത് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ നേരത്തെ പൊസിഷൻ അങ്ങനെ തന്നെ ഇരുന്നു, എന്നാലും മറ്റേ കൂടി കുറഞ്ഞത് കണ്ടോ? So I was sitting before. Once I corrected my toes and I corrected my hip pelvic region, you can see that hunch has reduced. Now what I should do with the shoulder? So I place the hand aside the hip. എന്റെ കൈ എന്ത് ചെയ്യണം? ഹിപ്പിന്റെ രണ്ട് സൈഡിൽ വെക്കുക. And I have to straighten my elbows. Now I straighten my elbows. So automatically my body becomes straight. Got it? This is how you have to sit. If you are sitting very simply or chumma irikkuvaanengilum, if you are watching the TV or something also, you have to sit like this. So that becomes a habit. Okay? നമ്മൾ ചുമ്മാ വെറുതെ തറയിൽ ഇരിക്കുവാണെങ്കിൽ കൂടി നമ്മൾ ഇങ്ങനെ തന്നെ ഇരിക്കുക. ഇനി back pain, severe back pain, you just keep your legs apart. Okay? If you are having a severe back pain, just keep the legs apart. Or else you can just keep a normal distance between the foot. So this is Dandasana. Now you need to maintain this. Look forward, your toes on the heels on the ground, so that there is a gap between the knees. You can see I can just put my fingers in between. So there's a gap between the knees. Both the hip bones are on the pelvic bones are on the ground. My palms are on the ground. My shoulders are wide open. My spine is in the natural erect posture. I am looking forward. Neck in the neutral posture. Just maintain. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. ഇനി പതുക്കെ റിലീസ് ചെയ്യും. ഇത് ഒരു റൗണ്ട് ആണ്. ഇങ്ങനെ നമുക്ക് 3-4 പ്രാവശ്യം ചെയ്യും. So this makes 1 round. You can do it for 3 to 5 rounds. Make it as 6 rounds. Okay, 20 into 6 how much? So it becomes 120 seconds. So you are just doing it more than 1 minute. Okay, so you are correcting the postures. Clear? So this is Dandasana. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതാണ് ദണ്ഡാസന. ഇതാണ് നിങ്ങൾ ഇരിക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം. Okay. Now next is Padahastasana, Paschimottasana. Paschimottasana. Our body will be resembling like that of a crow. Now I will show you how to do the Paschimottasana and later I will explain how you can do it. Okay. ആദ്യം ഞാൻ ചെയ്ത് കാണിക്കാം. അതിനുശേഷം നമ്മൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം. Sit in Dandasana. ദണ്ഡാസനയിൽ ഇരിക്കണം. ശ്വാസം എടുത്തുകൊണ്ട് കൈ മേലോട്ട് ഉയർത്തണം. Inhale, raise your hands up. Then pull your hands upward. So you feel the stretching along the sides and your abdomen. You're pulling it. Okay. Now bend from your lower back region, not from your upper back. Just bend from your lower back. So your abdomen touches the thighs. I can reach my toes. So if you can reach, it is well and good. Or else where your hands are reaching, just hold it there. For some it will be like this, some it will be like this. So where you are touching the hand, just hold it there. Okay. First I am raising my hand up, pulling my body up. From the lower back, I am just bending forward. See, I am not looking down. My head is still upright. And I am just holding my toes. Okay, I am just holding my toes. And now what I do, I am going to bend the elbows outside. I bend the elbow. So when I bend the elbow, automatically I am stretching my upper back forward. So my chest reaches the thighs. Now I bring the elbows down. So I am lowering my shoulder. At that time I bring my head down. While releasing, lift your head up.
On inhalation, elbows outside, straighten your elbows, take your hands up, release your pull pressure and bring your hands down. Okay, മലയാളത്തിൽ പറയാം, സിമ്പിൾ ആണ്. നിവർന്നിരിക്കുക ദണ്ഡാസനയില്. ശ്വാസം എടുത്തുകൊണ്ട് കൈ മേലോട്ട് ഉയർത്തുക, മുകളിലേക്ക് വലിയണം. ഒരിക്കലും കൈയിൽ ഇറുക്കാൻ പാടില്ല. അപ്പർ ബാക്ക് ആണ് മുകളിലേക്ക് വലിയേണ്ടത്. സോ വയറിലും മുതുകിലും സ്ട്രെച്ചിങ് ഫീൽ ചെയ്യും. ലോവർ ബാക്കിൽ നിന്ന് എത്തി കൊണ്ടുവരിക. അപ്പോൾ വയറ് തൈസിൽ തൊടും. കൈ എവിടെയാണോ എത്തുന്നത് അവിടെ പിടിക്കുക. തല ഉയർന്നു തന്നെ ഇരിക്കണം, തല താക്കാൻ പാടില്ല. എന്നിട്ട് അടുത്തത് എന്ത് ചെയ്യും? നമ്മുടെ കൈയിന്റെ മുട്ട് വെളിയിലോട്ട് ബെൻഡ് ചെയ്യുക. സോ നമ്മൾ അപ്പർ ബാക്ക് റീജിയൻ ഫ്രണ്ടിലോട്ട് വരും, ചെസ്റ്റ് മുട്ടേ തൊടും. ഓക്കെ, ഇനി ഈ രണ്ട് എൽബോസ് താഴ്ത്തുമ്പോ ഷോൾഡർ താഴും. ആ സമയത്ത് തല താഴ്ത്തും. റിലീസ് ചെയ്യുമ്പോൾ തല മേലോട്ട് ഉയർത്തണം. ശ്വാസം എടുത്ത് എൽബോസ് വെളിയിലോട്ട് തുറക്കുക, എൽബോസ് സ്ട്രെയിറ്റ് ആകുക. ഇപ്പോഴൊക്കെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയാണ്. വീണ്ടും ശ്വാസം എടുക്കുക. വലിച്ചു വെച്ചിരിക്കുന്ന അയവ് റിലീസ് ചെയ്യുക. പതുക്കെ കൈ താഴേക്ക് കൊണ്ടുവരിക. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. ഓക്കെ, ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് only thing which you have to keep in mind, you bend from your lower back, step by step you have to do it. Don't do it in a hurry. Always make sure you're doing it in a very slow manner. Okay, so today we learned two practices. One is how to sit in a proper way. ഇന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഒന്ന് എങ്ങനെ ഇരിക്കണം, that is dandasana. So you have to sit straight, your toes are like this, there's a gap between 2 feet. രണ്ട് കാലിന്റെ ഇടയിൽ ചെറിയൊരു ഗ്യാപ്പ് വേണം. നിങ്ങൾ ടോസ് എങ്ങോട്ടായിരിക്കണം? സീലിങ്ങിനെ ഫേസ് ചെയ്തിരിക്കണം. ഹിപ്പ് സ്ട്രെയിറ്റ് ആയിരിക്കണം. ഹിപ്പ് കാലിന്റെ മുട്ട് ആംഗിൾ ജോയിന്റ് കണങ്കാല് ഒറ്റ ലൈൻ ആയിരിക്കണം. ഇങ്ങനെ കണ്ടോ? ഇതിപ്പോ ഒറ്റ ലൈൻ ആണോ? അല്ല, ഇറ്റ് ഈസ് ലൈക്ക് ദിസ്. See, my hip is here, so my knee should be here. So I am just keeping it there. So it becomes a straight line. Okay, and I am sitting straight, look forward, and my shoulders are wide open. I am really sorry. I think some problem is there with the stand, so we'll keep it there. Okay, so this is how we have to sit. So we are sitting straight and we are looking forward. Now what about Dandasana? Sorry, this is Dandasana. Now what about Paschimottanasana? Paschimottanasana, you come to Dandasana, then you raise your hands. ആദ്യം ദണ്ഡാസനയിൽ വരണം, എന്നിട്ട് കൈ മേലോട്ട് ഉയർത്തണം. Then on exhalation, ഉയർത്തുമ്പോൾ ഇൻഹലേഷൻ ആണ്. On exhalation, ശ്വാസം വിട്ടുകൊണ്ട് ഫ്രണ്ടിലോട്ട് കുനിയണം. On exhalation, you are just bending forward from your lower back region. Okay, first ഏത് ഭാഗം തൊടും? When you bend forward from your lower back, first വയറ്, abdomen എവിടെ തൊടും? On your thighs, നിങ്ങളുടെ തൊടയിൽ. അത് കഴിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ചെസ്റ്റ് തൊടാൻ പോകുന്നില്ല, വി ആർ ജസ്റ്റ് ഹോൾഡിങ് ഇറ്റ്. അടുത്തത് കൈ താഴോട്ട് കൊണ്ടുവന്ന് കൈ നമ്മൾ പിടിക്കും. Okay, next we are going to bring the hands down and we are going to hold it. Okay, next we are going to bend the elbows. പിന്നെ നമ്മൾ കൈമുട്ട് വെളിയിലോട്ട് ഇങ്ങനെ ബെൻഡ് ചെയ്യണം. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മളുടെ ചെസ്റ്റ് തൈസിലോ അല്ലെങ്കിൽ മുട്ടിലോ തൊടുന്നത്. Only at that time your chest touches the thighs or the knees. Okay, then you have to lower the elbows down. So you are relaxing your shoulders. At that time, എന്നിട്ട് നമ്മൾ എൽബോസ് താഴോട്ട് കൊണ്ടുവരുമ്പോൾ ഷോൾഡർ റിലാക്സ് ചെയ്യും. ആ സമയത്ത് നമ്മൾ തല താഴ്ത്തുക. Okay, at that time you have to lower your head down. So this is the first step of Paschimottanasana. Now how to release? Reverse manner. Release ചെയ്യുന്ന എങ്ങനെ? Reverse. First head, തല, then your hands, elbow straight ചെയ്ത് hands, പിന്നെ പതുക്കെ you have to release it. Okay, so I think today it is very clear. We were just done the first step of sitting. നമ്മൾ ഇന്നലെ നിൽക്കാൻ പഠിച്ചു, ഇന്ന് നമ്മൾ ഇരിക്കാൻ പഠിച്ചു അല്ലേ? നാളെ നമുക്ക് കിടക്കാൻ പഠിക്കാം. ഓക്കെ, സോ വളരെ സിമ്പിൾ ആണ്. സോ ഇത് വെറുതെ ഒന്ന് കേട്ട് പോകാനുള്ളതല്ല, നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിങ്ങൾ അത് ഇൻകോപ്പറേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ.
whenever you are sitting, whenever you are standing, make sure you are practicing this correct postures. That's why it is known as asana. So when you do it in the correct way, it becomes stable and you won't be giving much strains to your any joints. Okay, asanas വളരെ കറക്റ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ബോഡി സ്റ്റേബിൾ ആകും. അതുപോലെ ഈ ഭാഗങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടും കൊടുക്കത്തില്ല. Okay, thank you so much for being with me in this evening. വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും. So we'll end the session with a Shanti mantra. So sit in a very comfortable posture. Hands in Namaskara Mudra. Sarve bhavantu sukhinah. Sarve santu niramaya. Sarve bhadrani pashyantu. Ma kachchit dukkha bhag bhavet. Om Shanti Shanti Shanti. Bhu Namaha. Hold your hands at the back. Inhale. Exhale. Bend forward. Touch your forehead to the ground. Inhale up. Go for palming. Rub your hands and place it over your eyes. 3 times. 3 പ്രാവശ്യം ചെയ്യുക. Gently open your eyes. Hands in Namaskara Mudra. Namaste. Be with yoga. Be at home. Thank you so much.